നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പ്രേത അനുഭവ കഥ പറഞ്ഞു. അതൊരു പകുതിയിൽ കൊണ്ട് നിർത്തി. അത് പറഞ്ഞു നിർത്തിയത് പ്രേതം ഒഴിപ്പിച്ച സമയത്തിനെയാണ്. അതായത് ഈ പ്രേതം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആരെയെങ്കിലും എവിടെയെങ്കിലും ഇത് പൂട്ടിയിടും. നമുക്കറിയാൻ സാധിക്കില്ല. ഈ പ്രേതം വന്ന് ഈ സ്ത്രീ ഇരുന്ന് ചിരിക്കും. വല്ലാത്തൊരു ചിരിയാണ്. ആ ചിരി കേൾക്കുമ്പോൾ വീട്ടുകാർക്കറിയാം ആരും എവിടെയോ പൂട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇത് ഒഴിപ്പിക്കുന്ന സമയത്തിന് ഈ സ്ത്രീ ഇങ്ങനെ ഒരു ചിരി ചിരിച്ചപ്പോൾ കാരണവർ എന്നോട് പറഞ്ഞു, ഇതാരും എവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങളുടെ ഒരു ഡ്രൈവർ മാത്രമാണ് പുറത്ത് ജീപ്പിൽ കിടന്നുറങ്ങുന്നത്. അത് തൊട്ട് മുറ്റത്ത് തന്നെ ഉണ്ട്. മറ്റാരുമില്ല. അയാൾ ഉറക്കമാണ്. അപ്പോൾ ഈ വീട്ടിൽ പൂജയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന എല്ലാവരും അവിടെയുണ്ട്. കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ആരും പുറത്തു പോകാതിരിക്കാൻ. ആരും പോയിട്ടില്ല. പക്ഷേ എന്നാലും ഈ ബാധ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചിരിച്ചു. അപ്പം ആ വീട്ടിലുള്ളവർ ഉറപ്പിച്ചു പറഞ്ഞു, ഇതിൽ ആരെയോ എവിടെയോ പൂട്ടിയിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒഴിപ്പീരിൻ്റെ അവസാന ഘട്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയില്ല. പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം ഒഴിപ്പിച്ചു. ആ സ്ത്രീയിൽ നിന്ന് അതെല്ലാം മാറ്റിയതിന് ശേഷം ഇത് ആരെങ്കിലും അങ്ങനെ ഈ ബാധ വന്നിട്ട് എവിടെയെങ്കിലും പൂട്ടിയിട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആരെയാണ് എവിടെയാണെന്നുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടോർച്ച് ഒക്കെ ആയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്നോടുള്ളവർക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഡ്രൈവറെ കൂടെ വിളിച്ചോളൂ, അയാൾ ഇച്ചിരി ഒരു സൈസൊക്കെ ഉള്ള ഒരാളാണ്, കുറച്ച് ധൈര്യശൈലിയൊക്കെയാണ്, അയാളെ കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ടോർച്ചും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങി. ഒരാൾ ഡ്രൈവറെ വിളിക്കാൻ പോയ ആള് ജീപ്പിനടുത്ത് നിന്നിട്ട് വിളിച്ചു പറയാണ്, ഇതിനുള്ളിൽ ഡ്രൈവറെ കാണാനില്ല. അയാളുടെ പേര് പറഞ്ഞിട്ട് അയാളെ കാണാനില്ല. അപ്പൊ പിന്നെ ആരെയായിരിക്കും? ഇയാളെ തന്നെ ആയിരിക്കുമല്ലോ. ഞങ്ങളെല്ലാം കൂടെ ജീപ്പിനെ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിലാണ് പുള്ളി കിടന്നുറങ്ങിയത്. ഫ്രണ്ട് സീറ്റ് നീളമുള്ളൊരു സീറ്റാണ്. അതിലൊരു ചെറിയ തലയണ വെച്ചിട്ടുണ്ട്, ഒരു തോർത്തും വിരിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി അവിടെ കിടന്നുറങ്ങി എന്നുള്ള കാര്യം സത്യമാണ്. കാര്യം പുള്ളി കിടക്കുന്ന സമയത്തിലാണ് ഈ ഒരു ചെറിയ ഒരു തലയണയും വെച്ചിട്ട് ഒരു തോർത്തൊക്കെ വിരിച്ചിട്ടാണ് പുള്ളി കിടന്ന് ഉറങ്ങുന്നത്. സ്ഥിരമായിട്ട് ഇങ്ങനെ പുള്ളി ചെയ്യാറുണ്ട്. കാര്യം യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും പുള്ളിയല്ലേ വണ്ടി ഓടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഞങ്ങൾ റെസ്റ്റ് കൊടുക്കാം. പുള്ളി ഇതിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങുകയാണ്. ഒരു ജീപ്പാണത്. അപ്പോൾ പിന്നെ ഇയാളെ കുറിച്ചുള്ള അന്വേഷണം. അപ്പോൾ കാരണം ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇത് ആരെയോ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സംശയം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ കിടന്ന് ഉറങ്ങിയ ആളല്ലേ. ഈ ജീപ്പ് പൂട്ടിയിടാൻ പറ്റത്തില്ലല്ലോ. കാര്യം ജീപ്പ് എല്ലാം തുറന്ന വാഹനമാണ്. കാറാണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ ഇയാൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് മൂത്രമൊഴിക്കാനോ വല്ലതും പോയതാണോ എന്നുള്ളൊരു സംശയമായി. എന്തായാലും കാരണം അവർ ഉറപ്പിച്ച് പറയുന്നു, ഇത് നിങ്ങളുടെ ഡ്രൈവറെ തന്നെയാണ് അവൾ പൂട്ടിയിട്ടത്. അവളെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരെയും അവളിങ്ങനെ ചെയ്യാറുണ്ട്. എന്തായാലും അന്വേഷിക്കാം. വീടിൻ്റെ പുറത്ത്, വീടിനകത്ത് എന്തായാലും വന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. കാര്യം ഈ സ്ത്രീ പുറത്ത് പോയതായിട്ട് ആർക്കും അറിയില്ല. പൂജ തുടങ്ങിയ സമയം മുതൽ തന്നെ, അതായത് ഈ ഡ്രൈവർ പുറത്തിറങ്ങി പോയി കിടന്നതിന്, ഈ ജീപ്പിൽ കിടന്നതിന് ശേഷം ഈ സ്ത്രീ പുറത്തിറങ്ങിയിട്ടില്ല. അത്ഭുതം എന്ന് പറഞ്ഞാല് ആ വീടിന് ചുറ്റുപാടുമുള്ള സകല ബാത്റൂമുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഒരിടത്തും ഇങ്ങനെ കാണാനില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കുറച്ചുകാരുടെ പേര് വിളിക്കുകയാണ്. തിരിച്ച് മറുപടി കിട്ടുന്നില്ല. ഇനി എവിടെയെങ്കിലും ചെന്ന് ഇയാൾ വെറുതെ ഇരിക്കാനോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ എല്ലായിടവും പരിശോധിക്കുന്നു. ഒരിടത്തും ഇദ്ദേഹത്തിനെ കാണാനില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് അന്വേഷിച്ച് പോവാം, എന്തായാലും താഴേക്ക് പോവാം. താഴേക്ക് വെച്ചാൽ അവരുടെ വീട്ടിൽ താഴ്ഭാഗം അവരുടെ റബ്ബർ തോട്ടമൊക്കെയാണ്. അങ്ങനെ പോകുന്ന ഞങ്ങൾ താഴേക്ക് പോയി. അപ്പോൾ കുറച്ചങ്ങോട്ട് ഇവരുടെ പുറകിൽ ചെന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ കൃഷിക്കാർക്ക് ഈ പറഞ്ഞതുപോലെ ഈ വളവും പിന്നെ അതുപോലെ ആസിഡും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ചെറിയ പുര കെട്ടിയിട്ടുണ്ട്. ചെറിയ ഒരു മുറിയും കയറി ചെല്ലുന്നത് ഒരു വരാന്ത പോലെയും അതിനകത്തൊരു മുറിയിലാണ് ഇതൊക്കെ വെച്ച് കിട്ടുന്നത് കേട്ട്. അതിനുള്ളിൽ വല്ലതും ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ അതിനുള്ളിൽ പോയി നോക്കി. അതിനുള്ളിൽ പോയി നോക്കുമ്പോഴത്തേക്കും കാണാനില്ല, അവിടെയൊന്നുമില്ല. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇതിനോട് ചേർന്നൊരു ബാത്റൂമുണ്ട്, അത് പുറകിലാണ്, അതിൻ്റെ വാതിൽ പുറകിൽ നിന്നുമാണ്, നമുക്ക് അതുകൂടി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ സംസാരിക്കുന്നു, ഇയാളുടെ പേര് വിളിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ ഇയാൾ വിളി കേൾക്കുമല്ലോ, എന്തായാലും പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചെന്ന് ബാത്റൂമിൻ്റെ വാതിൽ നോക്കുമ്പോൾ വാതിൽ പുറത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. അപ്പം അകത്താളില്ല. അപ്പോൾ കാരണം പറഞ്ഞാൽ ഇതാണ് ലക്ഷണം. അകത്താള് കയറിയിട്ടുണ്ടെങ്കിൽ എവിടെ പുറത്തുനിന്ന് കുറ്റിയിടും. ഇതാണ് സംഭവിച്ചത്. എന്തായാലും തുറക്കാൻ പറഞ്ഞു. അങ്ങനെ കുറ്റി എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് തള്ളുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് അധികം പോകുന്നില്ല. എന്തോ കൊണ്ട് ഇങ്ങനെ അടഞ്ഞ് ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കും പോലെ ഇരിക്കുന്നു.
ഞങ്ങൾ വീണ്ടും ഇതിങ്ങനെ തള്ളുകയാണ്. തള്ളി അവസാനം ഇത് തള്ളി അങ്ങോട്ട് നിരക്കി തുറന്നപ്പം ഇദ്ദേഹം ബോധം കെട്ട് ചാരിയിരിക്കുകയാണ് ഇതിനകത്ത്. ഈ ബാത്റൂമിനകത്ത് ഞങ്ങളുടെ ഡ്രൈവർ ബോധം കെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് എല്ലാവരും കൂടെ ചുവന്ന് അവിടെ കൊണ്ടുപോയി വെള്ളമൊക്കെ തളിച്ചു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആകെ പേടിച്ച്, ശരിക്കും പറഞ്ഞ ഇയാള് പേടിച്ചു. അയാൾക്ക് ബോധമില്ല, ബോധം വെച്ചാൽ സ്വബോധമില്ല. ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞിട്ട് കൊല്ലരുതേ കൊല്ലരുതേ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ ധാരണയിൽ ഇയാളെ നല്ലൊരു ധൈര്യമുള്ള ആൾ തന്നെയാണ്. മിക്ക സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഈ പാതൊഴുപ്പീരിന് കാര്യത്തിനൊക്കെ വരും ഇങ്ങനെ ചില ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ ധൈര്യവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് വരുന്ന തന്നെ അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം അവിടെ കിടന്ന് വിളിക്കുന്ന വിളി കേട്ടപ്പോൾ എനിക്ക് തന്നെ പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയി. തന്നെ വെള്ളമൊക്കെ തെളിച്ചു തട്ടി ഒക്കെ എഴുപ്പിച്ചു. പിന്നെ അവർ ചായയോ കാപ്പിയോ ഒക്കെ കൊണ്ടുവന്നൊക്കെ എല്ലാം കൊടുത്തു. അദ്ദേഹം കുടിക്കുന്നു, പകുതി ഛർദ്ദിക്കുന്നു, വീണ്ടും കുടിക്കുന്നു. എന്തായാലും ഒരു അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം ഒരു നോർമൽ അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് പലരും ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയിൽ പറഞ്ഞു എനിക്ക് പോണ്ട, എനിക്കൊന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഫാനും ഒക്കെ കൊണ്ടുവച്ച് ഇയാളെ ഒന്ന് ഒരു തണുപ്പിച്ച് എടുത്തിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് പറ്റി, ഇതെവിടെ, എങ്ങനെ നിങ്ങൾ അവിടെ പോയി, നിങ്ങൾ കാറിൽ കിടന്നുറങ്ങിയതല്ലേ? അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങേര് അവിടെ കിടന്നുറങ്ങിയപ്പം ഇദ്ദേഹത്തിനൊരു മൂത്രശങ്ക വന്നു. അതെ, എണീറ്റ് നോക്കുമ്പോൾ വീടിനകത്ത് പൂജയും ഹോമമൊക്കെ നടക്കുകയില്ലേ. അപ്പോൾ പുറത്തെ ബാത്റൂമുണ്ട് വീടിനോട് ചേർന്നല്ല. അപ്പം അവിടെ പോകുന്നത് അദ്ദേഹത്തിനൊരു എന്തെങ്കിലും അശുദ്ധിയാണെങ്കിൽ നമ്മൾ ഈ പൂജയ്ക്ക് വരുന്നവരെ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ വീടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ വീടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാത്റൂമിലൊന്നും ഇയാൾ പോകാൻ മടിച്ചു. അപ്പോൾ ഇയാൾ പകല് ഞങ്ങൾ ഒരു വെട്ടമുള്ള സമയത്തിനാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇയാൾ അങ്ങ് താഴെ കണ്ടു, ഈ ഒരു ഇതുമൊക്കെ കണ്ടു. അപ്പോൾ ഇയാൾ നേരെ എന്തായാലും അങ്ങോട്ട് പോവാം, ഇവിടെ എന്താ വീട്ടിനകത്ത് പൂജ നടക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നേരെ താഴേക്ക് പോയി അങ്ങോട്ട് പോകുമ്പം ഇദ്ദേഹം ഒരു ചെറിയൊരു തെങ്ങും കുഴി പോലുള്ള ഒരു കുഴി, ഒരു 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 നമ്മൾ ഇറങ്ങി നമ്മുടെ ഇടുപ്പ് ഭാഗമേ വരുള്ളൂ, അത്ര പൊക്കത്തിലുള്ളൊരു കുഴി കണ്ടു, കുറച്ച് ചവറൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പം ഇദ്ദേഹം വെച്ച് ഇനിയിപ്പോൾ രാത്രി ആ മുറിയാത്ത കയറിപ്പോണ്ട, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് കാര്യം സാധിച്ചു തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ആരോ പിടിച്ച് തള്ളും പോലെ ഇദ്ദേഹം ഈ കുഴിക്കകത്ത് വീണു. അതുമാത്രമേ ഇദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. ബോധം വീഴുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ കിടക്കുന്നു. ഇങ്ങനെ ആരെ ഈ കുഴിയിൽ നിന്നും എടുത്ത് ഈ മുറിക്കകത്ത് കൊണ്ട് ഈ ബാത്റൂമിനകത്ത് ഇട്ടെന്നോ ആ കുറ്റി പുറത്തുനിന്നും ഈ കുറ്റി ഇട്ടതെന്നോ ഒന്നും ഇന്നും നമുക്ക് അജ്ഞാതമാണ്, അറിയില്ല. അപ്പം ഞങ്ങൾ അതിനുശേഷം യാത്രയിൽ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ വലിച്ചെടുക്കുന്നതായിട്ടോ ഒക്കെ തോന്നുന്നുണ്ട്. ഇല്ല, ഈ മൂത്രമൊഴിച്ചുകൊണ്ടൊന്നു ആരോ പുറകിൽ വന്ന് ഇങ്ങനെ പുറകിൽ പിടിച്ച് തള്ളി ഇയാള് കമിഴ്ന്നടിച്ച് ഇതിനകത്ത് വീണു. പിന്നെ അങ്ങനെ ബോധമില്ല. ബോധം വരുമ്പോൾ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊണ്ട് ആ വീട്ടിൽ കിടത്തി ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് കുടിക്കാൻ വെള്ളം തരുന്നതാണ് ഓർമ്മ. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ബാത്റൂമിനകത്തു നിന്നാണ് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങേരെ വീണ്ടും പേടിച്ചു. കാര്യം ഇതെന്താണ് സംഭവിച്ചെന്നറിയില്ല. എന്തായാലും അങ്ങേരെ കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങേരുടെ വീട്ടിലിരുത്തി അങ്ങേർക്ക് പൂജ ചെയ്ത് ഈ പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത്. ഒരുപാട് സമയം എടുത്തു, ഒരു 3-4 മാസത്തോളം എടുത്തു അദ്ദേഹം ഈ ഒരു ഷോക്കിൽ നിന്നും തിരിച്ചു വരാനായിട്ട്. കാരണം അദ്ദേഹം ആ കുഴിയിൽ തള്ളിയിട്ടപ്പോൾ അവിടെ അദ്ദേഹം കിടന്നിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയൊരു പേടി വരില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് കിട്ടിയത് ഇങ്ങനെ ബാത്റൂമിൽ നിന്നാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പേടിച്ചു. ഞങ്ങളെല്ലാം പറയുന്നു. എനിക്ക് ഇന്നും അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയാം. അദ്ദേഹം മൂത്രമൊഴിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു, ആ കുഴിക്കരയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നു, ആരോ പുറകെ കൂടും തള്ളിയിടുന്നു, ഇദ്ദേഹം കവിഴ്ന്നടിച്ച് അതിനകത്ത് വീഴുന്നു. പിന്നെ ബോധമില്ല. ഇദ്ദേഹം അവിടെയാണ് വീണത്. പക്ഷെ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് കിട്ടുന്നത് തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല, ബാത്റൂമിനകത്ത് നിന്നാണ്. അപ്പൊ ഈ സ്ത്രീയാണ് ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടിട്ടതെങ്കിൽ ഈ സ്ത്രീ അവിടെ നിന്ന് പുറത്തു പോകണ്ടേ. പക്ഷെ ഈ സ്ത്രീ പുറത്തു പോയതായിട്ടും ആർക്കും അറിയില്ല. എപ്പോഴും ആരും അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവരോട് ഉണ്ട്. ഈ ആഹാരം പാകം ചെയ്യാനും അതിന് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നു. പൂജ തുടങ്ങുമ്പോൾ ഈ സ്ത്രീ ഞങ്ങളോടൊപ്പം അവിടെ ഉണ്ട്, ഞങ്ങളുടെ മുന്നിലിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഈ ചിരി കേട്ടപ്പോഴാണ് കാരണം അവർക്ക് ഇങ്ങനെയാണ് കാര്യമെന്ന് മനസ്സിലായത്. അതായത് നമ്മളിലുള്ള ആരെയോ ഈ സ്ത്രീ അപകടപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഏതോ മുറിയിൽ കൊണ്ട് അടച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അത് ഞങ്ങളുടെ ഡ്രൈവർ തന്നെ ആയി തീർന്നു. കാര്യം ഇതിനെ ഒഴിപ്പിക്കാൻ പിടിച്ചു കെട്ടാൻ പോയാൽ നമുക്ക് തന്നെ
ഇങ്ങനൊരു മുട്ടം പണി എന്ന് പറഞ്ഞാൽ അത് അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സമയം എടുത്തു. ഞാൻ പറഞ്ഞ 3-4 മാസത്തോളം എടുത്തു. പിന്നെ അദ്ദേഹത്തിന് പിന്നെ കുറേ അടുത്ത് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. അദ്ദേഹത്തിന് എപ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ സഹായിച്ച് നിർത്തി. അവസാനം അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതനാക്കി അങ്ങനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇതാരാണ് ഇങ്ങനെ ചെയ്തതെന്നോ ആ ഒരു ശക്തി വന്ന് പറയാനൊന്നും തയ്യാറായില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെയല്ല, അദ്ദേഹം പേടിച്ചു പോയി, ഒരുപാട് പേടിച്ചു പോയി എന്നുള്ളതാണ്. അപ്പം ഇതുപോലുള്ള അനുഭവങ്ങൾ, പക്ഷെ ഈ അനുഭവമൊന്നും ആ വീട്ടുകാർക്കുണ്ടായില്ല. വീട്ടുകാർക്കുണ്ടായത് ഏതെങ്കിലും ബാത്റൂമിലകത്ത് കയറുമ്പോൾ പുറത്തുനിന്ന് കുറ്റിയിടുക, അല്ലെങ്കിൽ ഇതേ കണക്കുള്ള എന്തെങ്കിലും മുറിയിൽ കയറി കിടന്നുറങ്ങുമ്പോൾ ഉറക്കണീറ്റ് വരുമ്പോൾ വാതിൽ അടച്ചിരിക്കുന്നു, തുറക്കുമ്പോൾ അത് പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കുക, പിന്നെ അവിടെ കിടന്ന് നിലവിളിച്ച് അങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് മാത്രമേ ഇതിനെ നമുക്ക് അറിയാൻ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ചെറിയ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഈ പ്രേതത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ പ്രേതം ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനുഭവം അത് ഒഴിപ്പിക്കാൻ വന്ന നമുക്ക് തന്നെ തന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അത്ഭുതവും എന്നാൽ ഏറ്റവും രസകരവും. എന്താണ് അതിൻ്റെ സത്യമെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ ശക്തി തന്നെയാണോ, അതോ ഇനി ഈ ശക്തിയെ സഹായിക്കുന്ന മറ്റേതെങ്കിലും ശക്തികൾ ഇതിനകത്തുണ്ടോ? അപ്പോഴാണ് എനിക്ക് ഒരു സംശയം തോന്നുന്നത്, ഇനി ഈ സ്ത്രീ തന്നെയാണോ മറ്റുള്ളവരെല്ലാവരെയും, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ നിൽക്കുന്ന ഈ ഒരു നെഗറ്റീവാണോ ഈ മുറിക്കകത്ത് ഇവരെല്ലാവരും അടച്ചിടുന്നത് എന്ന് വരെ സംശയിച്ചു പോയൊരു സാഹചര്യം. പിന്നെ അതിൻ്റെ പുറകെ പോകാത്ത കാര്യം, അതിനുശേഷം ആ വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അന്ന് ഒരു ദിവസത്തോടു കൂടി അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കായിരുന്നു. അത് ഒരു 3-4 ദിവസം കൊണ്ട് ഞങ്ങളത് പരിഹരിച്ച് തീർക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ പുറകെ ഞാൻ അന്വേഷിച്ച് പോയില്ല. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൻ്റെ കാര്യം ഇതൊന്നും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും കണ്ടുപിടിക്കാം. എല്ലാവരും പറയാം അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് ഇപ്പം റെഡിയാക്കി തരാൻ പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല. നമുക്കൊരു കണക്കിന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ കൈയും കാലും പിടിച്ച് ഇതിനെ ഒഴിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുള്ളൂ. അല്ലാതെ അതിൻ്റെ പുറകെ പോയി അതിൻ്റെ മറ്റുള്ള ദിനചര്യകളും കാര്യങ്ങളും അതാര് ചെയ്തു, എങ്ങനെ ചെയ്തു ഒന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ പുറകെ പോകുന്നതും അപകടം തന്നെയാണ്. ഞാനീ പറഞ്ഞു വന്നത്, ഈ പ്രേതബാധ എന്ന് പറഞ്ഞാൽ അത് വെറും നിസ്സാരമല്ല. പക്ഷെ അത് പ്രശ്നമാകുന്നത് എപ്പോഴാണ്? ഒരു ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇദ്ദേഹം കുഴിക്കരങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരാൾ വന്ന് തള്ളി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഏതോ ശരീരത്തിൽ ആ ശക്തി കയറിയിട്ടാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഒന്ന് തള്ളി തറയിലേക്ക് ഇട്ടത്, ആ കുഴിക്കകത്തേക്ക് ഇട്ടത്. പക്ഷെ ഈ സ്ത്രീ വന്നിട്ടില്ല. അപ്പൊ പിന്നെ മറ്റാർക്കോ ഇങ്ങനെ ഒരു ബാധാദോഷവും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി, ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിൽക്കുന്നത് മറ്റും കൂടി രണ്ടും കൂടി ഒന്നിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നുവരെയും ഞാനും വിചാരിച്ചിരുന്നത് ഈ സ്ത്രീ തന്നെ ഈ ശരീരത്തിൽ ബാധ വന്നതിന് ശേഷം പോയി ആരെങ്കിലും ഇതിനക്കം ബാത്റൂമിലോ മറ്റ് അപകടകരമായ ഒരു അവസ്ഥയിലോ കൂട്ടിയിടുന്നു എന്നാണ് കരുതിയിരുന്നത്. എൻ്റെ ഒരു അത്രയും നാളത്തെ ഒരു പരിചയം വെച്ചിട്ട് പറയാണ്. എന്തായാലും ആ ശരീരത്ത് വന്നിട്ടുള്ളൊരു ശക്തിയല്ല, അത് 100% ഉറപ്പ്. അപ്പം ആ പരിസരത്ത് അല്ലെങ്കിൽ അവിടെ പുറത്ത് നിൽക്കുന്ന ജോലിക്കാരിലോ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന ആരിലോ ഒരാളിൽ കൂടി ഇതുപോലുള്ളൊരു ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അതെങ്ങനെ മാറി പിന്നീട് അത് വന്നിട്ടില്ല. അപ്പൊ ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഇതിനെ ആവാഹിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ മറ്റതും ആ ഭാഗത്തേക്ക് വന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അത് ഇദ്ദേഹത്തെ ഞങ്ങളുടെ ഡ്രൈവറിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് 2-3-4 മാസം കൊണ്ട് ഞങ്ങളത് പൂർണ്ണമായി അതിനെ ഞങ്ങൾ ഒഴിപ്പിച്ചു. ശരീരത്തിൽ വരുത്തി ചോദിക്കാനൊന്നും ഞങ്ങൾ തയ്യാറായില്ല. കാര്യം പുള്ളിയിൽ അത് ശരീരത്തിൽ വന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പേടിച്ചതുകൊണ്ട് വന്നതാണ്. എന്തായാലും അതിനെ പൂർണ്ണമായിട്ടും മാറ്റി വിട്ടു. അതിൻ്റെ പുറകെ അന്വേഷിച്ചൊന്നും പോയിട്ടില്ല. ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇപ്പം ഞാൻ ഇതിൻ്റെ ആദ്യ എപ്പിസോഡ് ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞത്, ഈ ആൾക്കാരിന്ന് ഈ പ്രേതം പിടിച്ച് തുള്ളുന്നുണ്ടല്ലോ, അതൊന്ന് കാണിക്കണം, അവരുടെ മുഖം ഹൈഡ് ചെയ്തിട്ട് കാണിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ ആഗ്രഹമായിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞത്, പൊന്നു സുഹൃത്തെ, അതൊന്നും നടക്കില്ല എന്നല്ല. അത് നമ്മുടെ വീട്ടിൽ അത് എങ്ങനെയായാലും ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. എത്ര ഹൈഡ് ചെയ്ത് കാണിച്ചാൽ പോലും ബാക്കിയിരിക്കുന്നവരെ ചുറ്റിനും ആൾക്കാരുണ്ടാകും. കാര്യം ഇവരെ മാത്രമല്ല, ഇവരെ പിടിക്കുന്നവരൊക്കെ ഉണ്ടാകും. അവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഒരുപാട് പേരൊന്നും ഇവരെ പിടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ വീടിനുള്ളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഫർണിച്ചറുകളും കാണുമ്പോൾ അവർക്ക് അറിയാൻ സാധിക്കും. ഇത് നമുക്ക് എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റും. എങ്കിൽ പിന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ.
അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിങ്ങനെ പിടിച്ചു പോയി അത് ഒരു ബാധ പിടിച്ചു കഴിഞ്ഞ് പ്രേതം പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ നാണം കെട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്ന് പുച്ഛമാണ് അവർ കിട്ടുന്നത്. അങ്ങനെയുള്ള മനസ്സ് തകർന്നിരിക്കുന്നവരെ രക്ഷിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ അവരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ട് പ്രചരിപ്പിച്ച് ആളാവാൻ വേണ്ടിയിട്ടല്ല. അത് ഇങ്ങനെയൊക്കെയുള്ള ആളാവൊക്കെ ഞങ്ങൾക്ക് മതി. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കുക, ഇതൊന്നും അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാണിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ അത് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ. നമ്മുടെ യൂണിറ്റുമായിട്ട് വരാൻ പറയൂ. കൃത്യമായിട്ട് ഹൈഡ് ചെയ്യാതെ തന്നെ ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ മറ്റുള്ളവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് കാണണം എന്ന് പറയുന്നത് അതൊരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയല്ല. അത് കണ്ടാലേ നിങ്ങളിത് വിശ്വസിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, അങ്ങനെയുള്ളവർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ വിശ്വസിക്കണമെന്നില്ല. നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നവരെല്ലാവരും അല്ല ഞാൻ പറയുന്നത്, എല്ലാവരും കണ്ടിട്ട് 99 ആൾക്കാരും കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളും അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ വിമർശനങ്ങൾ അവർക്ക് തോന്നുന്ന അത് കമൻറ്റിൽ കൂടി അറിയിപ്പിക്കാറുണ്ട്. ഞാനത് 100% ഞാനത് അംഗീകരിക്കാറുണ്ട്. കാര്യം ഞാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാര്യം എല്ലാവർക്കും തെറ്റുപറ്റാം. ഒരു കുട്ടിയിൽ നിന്നും നമ്മളൊരു പുതിയ അറിവ് നേടുന്നു. അവന് ചിലപ്പോൾ സംസാരിക്കാൻ പോലും അറിയില്ല. അവൻ കൊഞ്ചു സംസാരിച്ച് വരുന്നുള്ളൂ. പക്ഷെ അവൻ്റെ പ്രവൃത്തികൾ, അതിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആരെന്ത് കമൻറ്റ് പറഞ്ഞാലും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. കാര്യം എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി മാത്രമല്ലോ ഈ സംഭവങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. എല്ലാവരും ചേർന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിപ്പിക്കുക. നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അറിയിപ്പിക്കുക. അതൊക്കെ ഞാൻ വളരെ കാര്യമായിട്ട് ഞാൻ നോക്കുന്നതാണ്. എല്ലാവരുടെ കമൻറ്റിനും ഒരു കൂപ്പുകയെങ്കിലും ഞാൻ മറുപടിയായിട്ട് ഇടാറുണ്ട്. അതായത് നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. പക്ഷേ അതിനകത്തൊരു അധികമായിട്ട് കൂടുതലൊന്നും എഴുതി മെസ്സേജ് തരാൻ അത് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ മറുപടി തരാത്തത്. അപ്പം ഇതുപോലുള്ള ഇപ്പോൾ പറഞ്ഞു തീർത്തതുപോലുള്ള സംഭവ കഥകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് എല്ലാ എപ്പിസോഡിലും പറയുമ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ ഇതൊന്നും നമുക്ക് യാതൊരു വിഷയവുമാകില്ല. നമ്മുടെ ഡ്രൈവറിനും പറ്റിയത് അയാൾ പേടിച്ചുപോയി. പിന്നെ ഈ സന്ദർഭത്തിൽ ആരെങ്കിലും പേടിച്ചു പോകും. പക്ഷെ അയാൾ പേടിച്ചെങ്കിൽ അയാൾക്ക് ജീവൻ വെച്ചുകൊണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ പേടിച്ചാൽ അപ്പോൾ അറ്റാക്ക് വന്ന് തീർന്നു പോകും. അങ്ങനെ ഒരു അവസ്ഥയാണ് അദ്ദേഹം കടന്നു പോയത്. കഴിവൊന്നും പേടിക്കാതെ മുന്നോട്ട് പോവുക. പേടിക്കാതെ ഇരിക്കാനുള്ളൊരു മാർഗമാണ് ഇതുപോലുള്ള കഥകളെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്, ഇതിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്. ഇത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് വന്ന് മരിച്ചു പോകാം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ പ്രേതം എന്ന് പറയുന്നതിനെ നിസ്സാരമായി കണ്ടാൽ മതി. അതിനൊരു ശക്തിയുമില്ല. എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് 4 കാലടിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ രാജാവാണ്. അതിൻ്റെ അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റെന്തെങ്കിലും ഇതുപോലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെയാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് പൂർണ്ണമായി ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.